സാമൂഹ്യ നിരീക്ഷകൻ രതീഷ് ചക്രപാണി കൂടി നമുക്ക് വിചാരിക്കാൻ. ശ്രീ രതീഷ്, ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ വിജയം എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനതയുടെ വിജയമാണ്. ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചതായിരുന്നു ശരിയായ നിലപാട്. ധർമ്മേന്ദ്ര പ്രധാൻ നേരത്തെ തന്നെ രാജിവെച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ നാണക്കേട് കേന്ദ്ര സർക്കാരിനുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായി, ഈ രാജ്യത്ത് നടക്കുന്ന നെറികേടുകൾ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്നതിലൂടെ എല്ലാ നെറികേടുകൾക്കും പിന്തുണ നൽകുകയായിരുന്നു മോദി ഭരണകൂടം. മോദി 2 ദിവസത്തെ പാതിരാ സാരോപദേശത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അടിത്തറ ഇളകുകയായിരുന്നു മോദി ഭരണകൂടത്തിന്റെ. ഈ രാജിയിലൂടെ താങ്കൾ എന്തൊക്കെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രതികരണം തന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കാരണം ഇത് മണിക്കൂറുകളുടെ മാത്രം ആയുസേ ധർമ്മേന്ദ്ര പ്രധാൻ ഉള്ളൂ. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രിയെ രക്ഷിക്കാനാണ് നരേന്ദ്രമോദിയുടെ ഉദ്ദേശമെങ്കിൽ അദ്ദേഹം തന്നെ രാജിവെച്ചൊഴിയേണ്ട സമയം വിദൂരമല്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. പിന്നെ ഇത് ഏറ്റവും വലിയ വിജയമാണ്, ഈ രാജ്യത്തിന്റെ വിജയമാണ്, ഇന്ത്യയുടെയും ഭാരതത്തിന്റെയും അവിടെയുള്ള സാധാരണക്കാരന്റെ ജനതയുടെയും വിജയമാണ്. കാരണം ആണി വെച്ചിട്ടുള്ള മുളവടികൾ കൊണ്ടും അതുപോലെ പെല്ലറ്റ് ഗണ്ണുകൾ കൊണ്ടുമൊക്കെ തന്നെ ഒരന്യായത്തെ ചെറുത്തു തോൽപ്പിക്കാമെന്ന് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ രാജ്യം അധപ്പതിച്ചു പോയിട്ടില്ല എന്നുള്ളത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു വിജയമാണിത്. ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ അദ്ദേഹം ഇന്നിപ്പോ രാജിവെച്ചിരിക്കുന്നു. ശ്രീ രതീഷ്, നിലവിൽ പറഞ്ഞതുപോലെ ഈ NDA പിരിച്ചുവിടുക എന്നുള്ളത് ഒരു പ്രധാന ആവശ്യമാണ്. പക്ഷേ ഇന്നലെ ഈ NDAയിലെ 47 ജീവനക്കാരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിലേറ്റവും രസകരമായ വസ്തുത, NDAയിൽ പെർമനന്റ് സ്റ്റാഫ് ഇല്ല. 47 പേരിൽ 39 പേരും ഡെപ്യൂട്ടേഷനിലാണ്. അതിൽ 15 ഒഴിവുകൾ ഇപ്പോഴും നികത്തപ്പെടാതെ കിടക്കുകയുമാണ്. ഈ 47 പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ഒരു കണ്ണിൽ പൊടിയിടലാണ്. പ്രധാന ആവശ്യങ്ങളുള്ളത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കൊപ്പം NDA എന്ന് പറയുന്ന വിശ്വാസ്യതയില്ലാത്ത പണത്തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം, അത് പരിപൂർണമായി ഇല്ലാതാക്കുക. അതുതന്നെയല്ലേ ഇനിയും നടക്കേണ്ടത്? തീർച്ചയായിട്ടും ഇനി രണ്ടാമത് നടക്കേണ്ടത് അതാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ആകെ 39 പേരാണ് വിവിധ വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനായി മാത്രം അതിനകത്തുള്ളത്, ഡയറക്ടറും ജോയിന്റ് ഡയറക്ടറും അടക്കം. അതിൽ 15 ഇപ്പോഴും വേക്കന്റ് ആയി കിടക്കുകയാണ്. ബാക്കി 24 പേര് മാത്രമേ അവിടെ പെർമനന്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലുള്ളൂ. ആ 24 പേര് മാത്രമുള്ള പോസ്റ്റുകളിൽ നിന്ന് എങ്ങനെയാണ് 47 പേരെ പിരിച്ചുവിടാൻ കഴിയുക? കാരണം ഇല്ലാത്ത ആളുകളെ പിരിച്ചുവിടാൻ കഴിയില്ലല്ലോ. അപ്പൊ പിരിച്ചുവിട്ടു എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് 73ഓളം വരുന്ന കോൺട്രാക്ട് ലേബേഴ്സായി എടുത്തിട്ടുള്ള ആളുകളെയാണ്. അതിൽ ജനറൽ മാനേജർ അടക്കമുള്ള ആളുകളെ കോൺട്രാക്ട് ലേബേഴ്സായി എടുത്തുകൊണ്ടിരുന്നതാണ് ആളുകളെ വെച്ചിരുന്നത്. ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട ചില കമ്പനികൾക്ക് ഇതെല്ലാം തന്നെ മറിച്ചു കൊടുക്കുകയും ഈ പരീക്ഷ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുകയും അവരിൽ ഗ്ലോബറീന ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനി ഏതാണ്ട് പേര് മാറ്റി തൊട്ടടുത്ത് കോപ്ടെക് എഡ്യൂടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് പേര് മാറ്റി വരികയും അങ്ങനെ വീണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തതാണ്. അതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ RSS സംഘപരിവാർ സംഘടനകൾക്ക് ബന്ധമുള്ള കമ്പനികൾക്ക് ഇവർ മറിച്ചു കൊടുക്കുകയായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ കൊടിയ അഴിമതിയായിരുന്നു. അതുകൊണ്ട് ഈ നാഷണൽ ടോർച്ചറിംഗ് ഏജൻസി എന്ന് പറയുന്ന ഏജൻസിയും കൂടി പിരിച്ചുവിടേണ്ടത് അത്യന്തം ഈ പറഞ്ഞ പോലെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത്ര അലംഭാവത്തോടു കൂടിയാണ് ഈ പരീക്ഷകൾ, കഴിഞ്ഞ തവണ 270 പരീക്ഷകളാണ് അവർ നടത്തിയത്. അതിൽ എത്ര എണ്ണം റീടെസ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു MP ചോദ്യത്തിന് ഉത്തരമായി മറുപടി കൊടുക്കുമ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഗവൺമെന്റിന് അറിയാൻ പാടില്ലെന്നാണ് എത്ര എണ്ണം റീടെസ്റ്റ് ചെയ്തു എന്നുള്ളത്. അവർ ഏറ്റവും കുറഞ്ഞത് 50 എണ്ണമെങ്കിലും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ്. അപ്പൊ അത്തരത്തിൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായ അലംഭാവത്തോടു കൂടി രൂപീകരിച്ചിട്ടുള്ള ഈ ഏജൻസി കൂടി പിരിച്ചുവിടപ്പെടേണ്ടതാണ്, ഒരു സംശയവുമില്ല കാര്യത്തിൽ.